ഹായ് ഡിയേഴ്സ്, അസ്സാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു കക്കയിറച്ചിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കക്ക വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫ്രൈ ആണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ളൊരു കക്ക ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി കക്ക കിട്ടുമ്പോൾ ഒക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കി ചെയ്യുള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കക്ക ഇറച്ചി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ കടക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കക്ക കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതൊന്ന് വാര വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പക്കൊട്ടയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ സാധാ മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ 2 ടീസ്പൂൺ സുർക്ക വിനാഗിരി ഉണ്ടല്ലോ അതും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി 2 ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് നന്നായി ഒന്ന് ചതക്കി അരച്ചെടുക്കുക. അതും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കക്ക ഇറച്ചി ഉണ്ടല്ലോ അതൊന്ന് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ മസാലകളൊക്കെ നന്നായി ഒന്ന് അതിൽ പിടിക്കുന്ന രീതിയിൽ വേണം നന്നായി യോജിപ്പിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ മസാല ഒക്കെ നന്നായി അതിൽ പിടിക്കും. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അങ്ങനെ സവാള നന്നായി സോഫ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് ഈ കക്കയിറച്ചി അതിലിട്ടിട്ട് നന്നായി അതൊന്നും വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് വേവാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ കുറച്ച് നേരം. അപ്പോൾ അതൊന്ന് ഒന്നായി ഇളക്കി യോജിച്ച ശേഷം നമുക്കതൊന്ന് ഒരു പാത്രം വെച്ചിട്ട് മൂടി വെക്കാം. അപ്പോൾ നന്നായി വെന്ത് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും മൂടി തുറന്ന് ഒന്ന് ഇളക്കി യോജിച്ചു. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി ഒന്ന് മൊരിയണം. അപ്പോൾ അതിന് ഞാനതിലേക്ക് പച്ചമുളക് ഒരെണ്ണം, പിന്നെ 2 തണ്ട് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് നന്നായി ഒന്നിച്ചെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇനി അടുത്ത സ്റ്റെപ്പ്. അപ്പം ഇനി അതിലേക്ക് ഞാൻ തേങ്ങ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങ ചിരണ്ടിയത് അത് ചേർക്കുന്നുണ്ടേ. അപ്പം ഇനി തേങ്ങ ഡയറക്റ്റ് തന്നെ അങ്ങനെ ചിരണ്ടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങ കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി അതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നന്നായി അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായി ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിക്ക് പിടിക്കണം നോക്കണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ടേ. നേരത്തെ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഇപ്പോൾ തേങ്ങ അതൊക്കെ ഇട്ട് വരുമ്പോൾ ഉപ്പ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായി നമ്മളെ കക്കയിറച്ചി ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു സെയിം പ്ലേറ്റിലോട്ട് മാറ്റിയാണ്. അപ്പോൾ നമ്മളെ കക്ക ഫ്രൈ നല്ല ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി മല്ലിയിലും കൂടി തൂവിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല കിട്ടിയിലും ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമുക്ക് കഴിക്കാൻ തോന്നും. നല്ല ടേസ്റ്റാണ്. ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി മറക്കരുത് കേട്ടോ പ്രസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.